നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. കൊട്ടാരക്കര പത്തനാപുരം പാതയിൽ ടിപ്പർ ലോറിയും KSRTC ബസും കൂട്ടിയിടിച്ച ടിപ്പർ ഡ്രൈവർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. 15ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കരവാളൂർ വില്ലേജ് ഓഫീസർക്ക് ഡ്യൂട്ടിക്കിടെ മർദ്ദനം. മർദ്ദിച്ച കളക്ടറേറ്റ് ജീവനക്കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 14 കുട്ടികളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭക്ഷ്യവിഷബാധയെന്ന സംശയം. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ പൂത്തോട്ടം ഡിവിഷനിലെ തൊഴിലാളികൾ കഴിയുന്ന ലയങ്ങൾ പുതുക്കിപ്പണിയണമെന്ന് ആവശ്യം. തകർച്ചയിലായ ലയങ്ങൾ പുതുക്കിപ്പണിയാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ സമരത്തിനൊരുങ്ങുന്നു. വാർത്തകൾ വിശദമായി. കൊട്ടാരക്കര പത്തനാപുരം പാതയിൽ ടിപ്പർ ലോറിയും KSRTC ബസും കൂട്ടിയിടിച്ച് ടിപ്പർ ഡ്രൈവർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. 15ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പത്തനാപുരം കൊട്ടാരക്കര പ്രധാന പാതയിൽ പിടവൂർ പാലത്തിന് സമീപത്താണ് ചൊവ്വാഴ്ച ടിപ്പർ ലോറിയും KSRTC ബസും കൂട്ടിയിടിച്ചത്. ടിപ്പർ ലോറി ഡ്രൈവർ പിടവൂർ പുളിവിള രാജ്ഭവനിൽ ഉത്തമനാണ് മരിച്ചത്. അപകട സ്ഥലത്ത് നിന്ന് ഏറെ പണിപ്പെട്ട് പുറത്തെടുത്ത ഉത്തമനെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. പത്തനാപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും എതിരെ വന്ന ടിപ്പർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് ദുരന്തം സംഭവിച്ചത്. ഇരുവാഹനങ്ങളിലെയും ഡ്രൈവർമാർ ഇരിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ ഇടിച്ച് കൊരുത്തു. KSRTC ബസ്സിലെ നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റു. ടിപ്പറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കുരുങ്ങിപ്പോയ ഉത്തമനെ രക്ഷിക്കാൻ നാട്ടുകാരും പോലീസും കിണഞ്ഞു ശ്രമിച്ചെങ്കിലും 1 മണിക്കൂറോളം നീണ്ട ശ്രമം വിഫലമായി. ഡ്രൈവിംഗ് സീറ്റിന്റെ ക്യാബിനിൽ കുടുങ്ങിപ്പോയ ഉത്തമനെ പുറത്തെടുക്കാൻ പോലീസിനും നാട്ടുകാർക്കും ഫയർഫോഴ്സിനും ഏറെ പണിപ്പെടേണ്ടി വന്നു. പ്രദേശവാസികളായ ചെറുപ്പക്കാർ ഒത്തുകൂടി 2 വാഹനങ്ങളും ഇരുവശങ്ങളിലേക്ക് തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് വടം ഉപയോഗിച്ച KSRTC ബസ് പിന്നോട്ട് കെട്ടിവലിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല. ഈ സമയങ്ങളിലെല്ലാം ഉത്തമൻ ചോര വാർന്ന മുഖത്തോടെ ജീവന് വേണ്ടി കീഴുകയായിരുന്നു. തുടർന്ന് JCB ഉപയോഗിച്ച ഇരുവാഹനങ്ങളും നീക്കാൻ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നടത്തിയ പരിശ്രമം ഏറെക്കുറെ വിജയിച്ചെങ്കിലും ഉത്തമനെ പുറത്തെടുക്കാൻ വീണ്ടും പണിപ്പെടേണ്ടി വന്നു. ഇടിയുടെ ആഘാതത്തിൽ ടിപ്പർ ലോറിയുടെ സ്റ്റിയറിംഗ് ഉത്തമന്റെ നാഭിയുടെ ഭാഗത്ത് ഇടിച്ചു കയറിയ അവസ്ഥയിലായിരുന്നു. സ്റ്റിയറിംഗിനു താഴെ ക്യാബിനിലെ ലോഹക്കൂടുകളോട് ചേർന്നമർന്ന് ഉത്തമന്റെ ഇരു കാലുകളും ഇതിനോടകം മുറിഞ്ഞു തൂങ്ങിയിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴേക്കും ഇരുകാലുകളും മുറിഞ്ഞു തൂങ്ങി രക്തം വാർന്ന അത്യാസന്ന നിലയിലായിരുന്നു. പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകവെ ചടയമംഗലത്ത് വെച്ചാണ് അന്ത്യം സംഭവിച്ചത്.
ചടയമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മരണം സ്ഥിരീകരിച്ച ശേഷം മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ജയയാണ് ഭാര്യ. ജയരാജ്, ലക്ഷ്മിരാജ് എന്നിവർ മക്കളാണ്. പുളിവിള സ്വദേശി വിനോദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അപകടത്തിൽപ്പെട്ട ടിപ്പർ. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ഉത്തമന്റെ അതിദാരുണമായ അന്ത്യത്തോടെ ഇല്ലാതായത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പിടവൂർ മുട്ടത്തുകടവ് പാലത്തിനു സമീപത്ത് കെഎസ്ആർടിസിയും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ യാത്രക്കാരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ചിലരുടെ നില ഗുരുതരമാണ്. ഗുരുതരമായി പരിക്കേറ്റ പത്തനാപുരം നടുമുരിപ്പ് പാടത്തുകാല പുത്തൻവീട്ടിൽ 55-കാരി ഫാത്തിമ ബീവിയെ കൊല്ലം മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കെഎസ്ആർടിസി ഡ്രൈവർ മാങ്കോട് അനിൽ നിവാസിൽ രാജേഷ് ആർ ചന്ദ്രൻ, കണ്ടക്ടർ പനമ്പറ്റ മംഗലത്ത് പുത്തൻവീട്ടിൽ മനോജ് എന്നിവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നിക്കോട് വാഴവിള വീട്ടിൽ ഫാത്തിമ എന്ന 17-കാരി, പുന്നല കടശ്ശേരിയിൽ സുനിൽ എന്ന 40-കാരൻ, കുന്നിക്കോട് കുറുമ്പേരഴികത്ത് വീട്ടിൽ ഐഷ എന്ന 17-കാരി, നടുമുരിപ്പ് പാല പുത്തൻ വീട്ടിൽ തസ്നി എന്ന 19-കാരി, പനമ്പറ്റ ലതാഭവനിൽ ശ്രീധരൻപിള്ള എന്ന 63-കാരൻ, വാഴപ്പാറ മുള്ളൂർ നിരപ്പിൽ ഷീബ ഭവനത്തിൽ ഷിബി ആഷിഖ്, മാങ്കോട് മുള്ളൂർ നിരപ്പിൽ ഷീബ ഭവനത്തിൽ ഐന എന്ന 3 വയസ്സുകാരി, പിടവൂർ പങ്കജവിലാസത്തിൽ ഉത്തമൻ, വാഴപ്പാറ പാടത്തുകാല പുത്തൻ വീട്ടിൽ ആർ ആഷ്ന എന്ന 15-കാരി, പത്തനാപുരം സ്വദേശിനികളായ ബിന്ദു, അമിത എന്ന 19-കാരി എന്നിവരെ പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഘടകകക്ഷികളുടെ സമ്മർദ്ദം മൂലം പത്തനാപുരത്ത് പോലീസിന് നീതി നടപ്പാക്കാനാകുന്നില്ലെന്ന് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി JL നസീർ. പത്തനാപുരത്ത് പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും പോലീസിനെ നിഷ്ക്രിയമാക്കുന്ന ഇടപെടൽ നടന്നതായി അദ്ദേഹം പറഞ്ഞു. ഒരു പെൺകുട്ടിയെ കടന്നാക്രമിച്ചു എന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്തു നിന്നോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നോ യുവജന സംഘങ്ങളുടെ ഭാഗത്തു നിന്നോ യാതൊരുവിധമായ ഇതും ഉണ്ടായിട്ടില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് ഈ ഘടകകക്ഷികളുടെ നേതാക്കളും ജനപ്രതിനിധികളുമാണെന്നാണ് പറയപ്പെടുന്നത്. പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പത്തനാപുരത്തെ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിനെ നിഷ്ക്രിയമാക്കുന്നത് മുൻമന്ത്രിയും പരിവാരങ്ങളുമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. ഘടകകക്ഷി നേതാക്കൾ പോലീസിനെ വരുതിക്ക് നിർത്തുന്നത് മൂലം സാധാരണക്കാർക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്ന് JL നസീർ ചൂണ്ടിക്കാട്ടി. ഫലപ്രദമായി സാധാരണക്കാർക്ക് നീതി കിട്ടാത്ത ഒരു സാഹചര്യവും നിൽക്കുകയാണ് പത്തനാപുരം പോലീസ് സ്റ്റേഷൻ. കാരണം എന്തിനും ഏതിനും ഘടകകക്ഷികളുടെ ജനപ്രതിനിധികളും ചില നേതാക്കളും ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും നടപ്പിലാകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലിരിക്കുന്നത്. ഒരു കേസിൽ തന്നെ ഘടകകക്ഷികളുടെ നേതാക്കൾ വാദിക്കും പ്രതിക്കും വേണ്ടി ഇടപെടുന്ന സാഹചര്യം. അവർ പറയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോലീസിനെ സ്ഥലം മാറ്റവും മറ്റ് ചീത്തവിളിയും പോലീസിനെതിരെ ഘടകകക്ഷി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളുകൊണ്ട് പോലീസിന് ഫലപ്രദമായി ഈ കാര്യങ്ങളിലൊന്നും നടപടി സ്വീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ പത്തനാപുരത്ത് നിലവിൽ നിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഫാറൂഖ് മുഹമ്മദ്, മുജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് +1 വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ദുരൂഹത നീക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട് തെളിവെടുത്ത പോലീസ് സത്യം വെളിപ്പെടുത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ പറഞ്ഞു. സംഭവത്തിൽ ദുരൂഹതയുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. ഒരു പട്ടാപ്പകൽ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടുവെങ്കിൽ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പോലീസ് അന്വേഷിച്ച് CA അടക്കമുള്ളവർ SP അടക്കമുള്ളവർ അന്വേഷിച്ച് അതിന്റെ സത്യസന്ധത വെളിച്ചത്ത് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ മുന്നോട്ട് വെക്കും. ആ ഒരു പെൺകുട്ടിക്ക് നേരെ ആക്രമിച്ചതിനെ പ്രതിഷേധിച്ചുകൊണ്ട് ധാരാളം യുവജന സംഘടനകൾ ഇന്ന് രംഗത്തുണ്ട്. എല്ലാവർക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണത്. ധാരാളം പേരെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. സ്കൂളിലുള്ള ചെറുപ്പക്കാരെല്ലാം തന്നെ ഇതിന്റെ സത്യസന്ധമായ അവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. വില്ലേജ് ഓഫീസർക്ക് ഡ്യൂട്ടിക്കിടെ മർദ്ദനം. കളക്ടറേറ്റ് ജീവനക്കാരനാണ് മർദ്ദിച്ചത്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. കരവാളൂർ വില്ലേജ് ഓഫീസർ AM അഷ്റഫിനാണ് മർദ്ദനമേറ്റത്. ഇദ്ദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആലപ്പുഴ കളക്ടറേറ്റിൽ സർവേ ആൻഡ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ ജീവനക്കാരനായ മഹേഷ് ശങ്കറാണ് വില്ലേജ് ഓഫീസറെ മർദ്ദിച്ചത്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. സഹോദരന്റെ വസ്തു അളക്കുന്നതിന് അപേക്ഷയുമായി എത്തിയ മഹേഷ് ശങ്കർ അപേക്ഷ നൽകിയ ശേഷം നടപടിക്രമങ്ങൾ ലംഘിച്ച് രസീത് ആവശ്യപ്പെട്ടു. ഇത് നൽകാത്തതിനെ തുടർന്നുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു. ഇയാളുടെ സർക്കാർ ജീവനക്കാരനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബഹുമാനത്തോടുകൂടിയാണ് പുള്ളിക്കരിക്കാൻ പറഞ്ഞു. ഇയാളുടെ ആവശ്യം അയാളുടെ ഭൂമി അളന്നിട്ടപ്പെടുത്തുക എന്നുള്ളതാണ്.
ഇയാളുടെ അപേക്ഷ തഹസിൽദാർക്ക് കൊടുക്കുന്നു. തഹസിൽദാർ ആ അപേക്ഷ ഫോർവേഡ് ചെയ്ത് വില്ലേജ് ഓഫീസർ കൊടുക്കും. നടപടിക്രമം അനുസരിച്ച് വില്ലേജ് ഓഫീസർ എന്നായ ഞാൻ അത് ഇൻഷ്യൽ ചെയ്ത് നമ്മുടെ ജീവനക്കാരനെ ഏൽപ്പിച്ചു. എന്നാൽ ഇയാൾ ഈ ജീവനക്കാരൻ്റെ കയ്യിൽ ഈ പേപ്പർ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പേപ്പറും എടുത്ത് അയാൾ പുറത്ത് കൊണ്ടുപോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഫോട്ടോസ്റ്റാറ്റിന് മേൽ ഞാൻ റെസിപ്റ്റ് കൊടുക്കണമെന്നാണ് ഇയാളുടെ ആവശ്യം. സാധാരണഗതിയിൽ അതിൻ്റെ ആവശ്യമില്ല. ഒരു ജനം നേരിട്ട് തരുന്ന ഒരു അപേക്ഷന്മേൽ റെസിപ്റ്റ് കൊടുക്കാം. തഹസിൽദാർ തരുന്ന ഒരു പേപ്പറിന് ഈ കക്ഷിക്ക് റെസിപ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നടപടിക്രമത്തിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് റെസിപ്റ്റ് കൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. അപ്പോൾ ഇയാൾ എൻ്റെ മേശയ്ക്കകത്തിരുന്ന ഈ പേപ്പർ ബലം പ്രയോഗിച്ച് മേശ തുറന്ന് അതും എടുത്തിട്ട് ഇയാൾ പുറത്തേക്ക് പോവുക. ഈ സമയത്ത് ഈ പേപ്പർ ആവശ്യപ്പെട്ടുകൊണ്ട് ഇയാളുടെ പുറകെ വന്നു. അപ്പോഴാണ് ഇയാൾ തെറിയും പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളുന്നത്. തള്ളുകൊണ്ട് ഞാൻ താഴെ വീഴുമ്പോൾ ഇയാൾ എന്നെ ചവിട്ടുകയാണ് ചെയ്തത്. ഈ സമയത്ത് നാട്ടുകാരെല്ലാം കൂടി ഇയാളെ തടഞ്ഞു നിർത്തുകയും പോലീസിനെ അറിയിപ്പിക്കുകയും പോലീസ് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേഹാസ്വസ്ഥതയെ തുടർന്ന് കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 14 കുട്ടികളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭക്ഷ്യവിഷബാധയെന്ന് രക്ഷിതാക്കൾ സംശയം പ്രകടിപ്പിച്ചു. അതേസമയം സ്കൂൾ അധികൃതർ ഇത് നിഷേധിച്ചു. കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഹോസ്റ്റലിൽ താമസിക്കുന്ന 14 കുട്ടികൾക്കാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 7 പേരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ഞായറാഴ്ച രാത്രി മുതൽ കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായിരുന്നതായി അറിയുന്നു. ഇന്നലെ രാത്രി എന്ത് കഴിച്ചേ? ചോറാണോ? രാവിലെ ഇന്ന് രാവിലെ ദോശ കറി എന്തായിരുന്നു? ഇന്ന് രാവിലെയോ? ഇന്നലെ കഴിച്ചു. ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇതുവരെ രാത്രി കഴിച്ചോളോ? രാത്രി എന്തൊക്കെയാണ് കഴിച്ചേ? രാത്രി പോലെ അസുഖമുണ്ടോ? എന്നാൽ പനി മൂലമുണ്ടായ ദേഹാസ്വാസ്ഥ്യമാണെന്ന വിശദീകരണമാണ് സ്കൂൾ അധികൃതർ നൽകുന്നത്. അതേസമയം ഹോസ്റ്റലിലെ വെള്ളത്തിൽ നിന്നുണ്ടായ ഭക്ഷ്യവിഷബാധയാണ് സംഭവത്തിന് കാരണമെന്ന് രക്ഷിതാക്കൾ പറയുന്നു. കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ അടുത്ത് ചെല്ലുമ്പോഴത്തേന് 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ചെല്ലുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ അടിയന്തരമായിട്ട് ചികിത്സ കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് കൂടുതലായിട്ട് വൊമിറ്റ് ചെയ്യുകയും അവർക്ക് പനി കൂടുകയും കൈകാലം വിറയ്ക്കുകയും ശരീരം തളരുകയും ചെയ്യുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ MRSന്റെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വാർഡനെയാണ് രാവിലെ കുട്ടികളോട് 20 കുട്ടികൾ കൂടുതൽ അപ്പോഴുണ്ട്. പക്ഷേ 12 മണി വരെയും അവിടുന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ളവർ ഇടപെട്ട് പിന്നെ സൂപ്രണ്ടിനെ വിളിച്ചു, MRSൽ വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി. ഹെൽത്ത് ചെയ്യുന്ന ആളുകൾ MRS സ്കൂളിൽ പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് കുട്ടികൾക്ക് ഭക്ഷണത്തിൽ നിന്നാണെന്നാണ് അവർ തോന്നി. വെള്ളം അല്ലെങ്കിൽ ഭക്ഷണം രണ്ടിലേതിൽ നിന്നായിരിക്കും സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. 15 വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ കുഴഞ്ഞു വീഴുന്നു, ചിലർ ഛർദ്ദിക്കുന്നു. അതൊരു ഭക്ഷ്യവിഷബാധ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ അധികാരികൾ ഇത് മൂടി വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുവാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ പൂത്തോട്ടം ഡിവിഷനിലെ തൊഴിലാളികൾ കഴിയുന്ന ലയങ്ങൾ പുതുക്കി പണിയണമെന്ന് ആവശ്യം. തകർച്ചയിലായ ലയങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് തൊഴിലാളികളുടെ ജീവിതം. പ്രതിഷേധ സമരത്തിനൊരുങ്ങുകയാണ് തൊഴിലാളികൾ. കാലിത്തൊഴുത്തിൽ കഴിയും പോലെയാണ് പൂത്തോട്ടം ഡിവിഷനിലെ ലയങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ ജീവിതം. ലയങ്ങൾ പുതുക്കി പണിയണമെന്ന് ഹാരിസൺസ് മലയാളം മാനേജ്മെന്റിനോട് പലതവണ തോട്ടം തൊഴിലാളികളും സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും ഫലമുണ്ടായിട്ടില്ല. വർഷങ്ങൾ പഴക്കമുള്ള ലയങ്ങളുടെ മേൽക്കൂര ഏത് സമയത്തും നിലംപൊത്താം. കുട്ടികളും പ്രായം ചെന്നവരുമടക്കം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള നിരവധി പേർ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ താമസിക്കുന്നു. ദ്രവിച്ച മേൽക്കൂരയ്ക്ക് ചോട്ടിൽ മഴക്കാലത്ത് ലയത്തിനുള്ളിലിരുന്ന് മഴ നനഞ്ഞ് കാലം കഴിക്കുകയാണ് തൊഴിലാളികൾ. ലയങ്ങൾ പുതുക്കിപ്പണിയണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾ മസ്റ്റർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ നടപടിയെടുക്കാൻ തോട്ടം മാനേജ്മെന്റ് തയ്യാറായില്ല. 50 കൊല്ലത്തിന്റെ മേളിൽ തൊട്ട് ഈ കോട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരിക്കുക. എന്റെയൊക്കെ ഓർമ്മയിൽ ഈ കെട്ടിടം അന്ന് തൊട്ടേ ഇരിക്കുക. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പണിയും കളഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ചെവ്വേനേരം കിടന്നുറങ്ങാൻ പറ്റാത്ത കണ്ടീഷനിലായിരിക്കുന്നത്. ഞങ്ങളുടെ പിള്ളേരെ പോലും വീട്ടിൻ്റെ അകത്ത് വയ്ക്കാൻ തന്നെ പേടി. കാരണം ഈ ഓടും തടിയെല്ലാം കൊത്തു ഇയാളെ വീണുകൊണ്ടിരിക്കുന്നു. അടുക്കള ചാപ്പാട് വയ്ക്കാൻ പോലും പറ്റാത്ത ചിമിനി അടുപ്പില്ല. എന്നാൽ കലത്തിൻ്റെ നേരെ ചോർന്ന് വിളിക്കുന്നു. ഞങ്ങൾ ഈ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് ഈ ഇവിടുത്തെ തൊഴിലാളികളും ഞങ്ങളും പല തവണ ഇതൊക്കെ നന്നാക്കി തരണമെന്ന് പറഞ്ഞിട്ടും അവർ ചെയ്യും തരുന്നില്ല. എന്നാൽ ഇവിടുത്തെ തടികളും
മറ്റ് ഉപകരണങ്ങൾക്കൊക്കെ അവർ കച്ചവടം ചെയ്ത് പുറത്ത് വിറ്റ് ആ പൈസ അവർ മാനേജ്മെന്റ് വീഴ്ചയെടുക്കുക. എന്നാൽ തൊഴിലാളിക്ക് ചെവ്വേന്നേരം കിടക്കാനുള്ള റൂം അവർ ചെവ്വേന്നേരം പണി തരുന്നില്ല. നാട്ടെ ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം, നാട്ടെ ഇവിടെ ഒരു തന്തയും ഒരു അച്ചായനും ഒരു അമ്മമ്മയും ഉണ്ട്. അവർ ഈ വീട്ടിലാണ് കിടക്കുന്നത്. അവരുടെ നേരെയാണ് രാത്രി ഈ തടി വീണത്. എന്നാൽ ഈ മാനേജ്മെന്റ് അടുത്ത് വിളിച്ച് കൊണ്ട് കാണിച്ചപ്പോൾ പണി തരാമെന്ന് പറഞ്ഞ ആൾ ഇപ്പം പറയുക അത് പണിയത്തില്ല, അത് പൊളിച്ച് കളഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ വീടൊക്കെ നന്നാക്കി തരാമെന്ന്. വേറെ ഇങ്ങനെ എവിടെ പോയി നന്നാക്കുന്ന ബാക്കിയുള്ള തൊഴിലാളിക്ക് ഇനി പെർമനന്റ് ആയാലും വീട് വേണ്ടായോ, ടെമ്പററിക്ക് വീട് വേണ്ടായോ? ഇങ്ങനെ അവർ പൊളിക്കാൻ നിൽക്കുന്നത്, പൊളിക്കാൻ സമ്മതിക്കത്തില്ല. ലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചു നൽകിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സ്വീകരിക്കുമെന്ന് AYF കഴുതുരുട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിബിൽ ബാബു പറഞ്ഞു. മനുഷ്യനെ വെറും മൃഗങ്ങളായിട്ട് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ മാനേജ്മെന്റ് അവർക്ക് താമസിക്കാൻ വേണ്ട ക്വാർട്ടേഴ്സുകൾ പണിയെടുപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ചോർച്ച അതിന്റെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മേൽക്കൂര ഇടിഞ്ഞ് താന്ന് അവരുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. കഴുതുരുട്ടി AYF ലോക്കൽ കമ്മിറ്റി ഈ പൂത്തോട്ടം ഡിവിഷനിലെ, അതേപോലെ തന്നെ ഹാരിസന്റെ പല ഡിവിഷനിലെയും, കുറവന്താവളം ഡിവിഷൻ ഉൾപ്പെടെ പല ഡിവിഷനിലെയും ഇതുപോലെ മനുഷ്യനെ മൃഗമായി കണ്ടുകൊണ്ട് അവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ മാനേജ്മെന്റ് അവരുടെ മാനേജർമാരുടെ ബംഗ്ലാവുകളും അവരുടെ ക്വാർട്ടേഴ്സുകളും മാത്രം വൃത്തിയാക്കിക്കൊണ്ട് ഇവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളെ വളരെ നികൃഷ്ടജീവിയായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ AYF ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് മുന്നിട്ട് വരും. ഇവിടുത്തെ ഒരു മാനേജർ പോലും ഇവിടെ നേരെ ചൊവ്വേ ഇതിലെ നടക്കത്തില്ല. അവരെ കൈകാര്യം ചെയ്യാനും AYF മടിക്കത്തില്ല. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. വെട്ടിക്കവല പഞ്ചായത്തിലെ റബ്ബർ തോട്ടങ്ങളിൽ ആയിരക്കണക്കിന് ചിരട്ടകളിൽ നിന്ന് കൊതുകുകൾ പെരുകുന്നു. പനി പടർന്നു തുടങ്ങിയിട്ടും പഞ്ചായത്ത് പ്രതിരോധ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. വെട്ടിക്കവല പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിലെ റബ്ബർ തോട്ടങ്ങൾ വൻതോതിൽ കൊതുക് വളർത്തുന്ന കേന്ദ്രങ്ങളായി കഴിഞ്ഞു. ഏക്കർ കണക്കിന് വിസ്താരമുള്ള തോട്ടങ്ങളിൽ പാൽ ശേഖരിക്കുന്ന ആയിരക്കണക്കിന് ചിരട്ടകളിൽ മഴവെള്ളം നിറഞ്ഞുകിടക്കുന്നു. മാസങ്ങൾക്ക് മുമ്പേ ടാപ്പിംഗ് നിർത്തിയ മരങ്ങളിലെ ചിരട്ടകളിലെ വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ട് പെരുകുകയാണ്. സമീപത്ത് താമസിക്കുന്ന നാട്ടുകാർക്ക് പനിയും ഛർദിയും ഒഴിഞ്ഞ നേരവുമില്ല. ഈ റബ്ബർ തോട്ടത്തിൽ ഇരിക്കുന്ന ചിരട്ട എന്ന് പറഞ്ഞാൽ 3 മാസം കൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ. അതുപോലെ തന്നെ ഭയങ്കര കൊതുശല്യവും പനിയാട്ടാങ്കിൽ ഒരാഴ്ച കൊണ്ട് പനിയായിട്ടിരിക്കുവോ. ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കും. കൊതുന്റെ ശല്യം ഭയങ്കര കൊതുശല്യം. തോട്ടമുടമകളുടെ അശ്രദ്ധ വിനയായിരിക്കുന്നത് നാട്ടുകാർക്കാണ്. മഴക്കാലം തുടങ്ങിയിട്ടും രോഗപ്രതിരോധ മരുന്നുകൾ പഞ്ചായത്ത് തലത്തിൽ വിതരണം ചെയ്തിട്ടില്ല എന്ന ആക്ഷേപവുമുണ്ട്. മുൻകരുതലുകളോ ബോധവത്കരണ ക്ലാസുകളോ സംഘടിപ്പിച്ചിട്ടില്ല. കൊതുക് മുട്ടയിടുന്ന ചിരട്ടയിലെ വെള്ളത്തിൽ കൂത്താടികൾ ധാരാളം. ടാപ്പിംഗ് നിർത്തിയ തോട്ടങ്ങളിലെ ചിരട്ടകളിൽ കരിയിലകൾ വീണുകിടക്കും. ഇതിന്റെ പിറകെ എത്തുന്ന മഴയിൽ ചിരട്ടയിൽ വെള്ളം നിറയും. ഈ സൌകര്യം കൊതുകിന് മുട്ടയിടാൻ വേറെയെങ്ങും കിട്ടില്ല. റബ്ബർ ചിരട്ടയിലെ പാൽ ശേഖരിച്ചാൽ ചിരട്ട കമിഴ്ത്തിയോ ചരിച്ചോ വയ്ക്കണമെന്ന നിർദ്ദേശം തോട്ടമുടമകളോ തൊഴിലാളികളോ പാലിക്കാറില്ല. ഇതിന്റെ തോട്ടത്തിന്റെ മാളിമാരെ ആരോഗ്യം അതിനെ എടുപ്പിക്കൊന്നും ചെയ്തിട്ടില്ല ഇതുവരെയാണ്. അവർക്കുള്ളതും വീട് കൂടല്ല. പിന്നെ തൊട്ട് ഈ തോട്ടത്തിന്റെ സമയത്ത് താമസിക്കണം ഞങ്ങളുടെയൊക്കെ വീടുകളായി തോട്ടത്തിനടുത്ത് താമസിക്കണം. അല്ല മറ്റേ ഇതിന്റെ മാളിമാരൊക്കെ വീട് ഞാൻ ദൂരാ. അവരടുത്ത് പറഞ്ഞിട്ട് അവരാരും എടുത്ത് മാറ്റുന്നില്ല. 3 മാസം കൊണ്ട് ഈ ചട്ടയെ വെള്ളം ഇങ്ങനെ ഇരിക്കുക. കൊതു എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതുവാണ്. കൊതുവിന്റെ ശല്യം കൊണ്ടാണ് നമുക്ക് പനിയാ. ഒരാഴ്ച കൊണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല. തലച്ചറ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങിച്ച് കഴിച്ചോണ്ടിരിക്കുകയോ 3-4 ദിവസം കൊണ്ട് തന്നെ. എന്നിട്ടും കുറവില്ലാണ്ട് കൊതുന്ന് പറഞ്ഞാൽ നിൽക്കാൻ അതേപോലെ തോട്ടം മൊത്തത്തിൽ ഭയങ്കര കൊതുവിന് ശല്യോ. മഴ കനക്കുന്ന സാഹചര്യത്തിൽ രോഗങ്ങൾ വർദ്ധിക്കും. ഈ സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത പഞ്ചായത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അടിയന്തരാവസ്ഥയ്ക്കു ശേഷം രൂപം കൊണ്ട മനുഷ്യാവകാശ സംഘടനകളാണ് രാജ്യത്തെ മനുഷ്യാവകാശങ്ങൾ ഉറപ്പിച്ചു നിർത്തിയതെന്ന് മുൻ ജില്ലാ ജഡ്ജി കെ ലംബോദരൻ വയലാർ. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ പുനലൂർ താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യാവകാശ സംഘടനകൾ രൂപം കൊണ്ടത് 1975 ശേഷമാണ്. 1975 നിങ്ങൾക്കറിയാം, അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള സംഘടനകളാണ് ഇന്ത്യയിലെ ഇത്തരം മനുഷ്യാവകാശ സംഘടനകൾ വന്നത്. അത്തരം മനുഷ്യാവകാശ സംഘടനകൾ വന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് രാജ്യത്ത് ജനങ്ങളുടെ മനുഷ്യാവകാശം ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. PUCL എന്ന് പറയുന്ന സംഘടന, ആ സംഘടന നിരന്തരമായി 9 വർഷം സമരം രാജ്യത്ത് സുപ്രീം കോടതി വരെ സമരം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നിഷേധ വോട്ട് സ്വീകരിക്കാനുള്ള അവകാശം നമുക്ക് കിട്ടിയത്. നിഷേധാവകാശവും അവകാശമാണ്. അവകാശമെന്നാൽ നിയമപരമായ അവകാശമാണ്. നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് കോടതികളാണ്. മൌലികാവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാണ്. അവകാശധ്വംസനത്തോട് പോരാടുന്നതിനാണ് നീതിന്യായ വ്യവസ്ഥയെന്നും കെ ലംബോദരൻ വയലാർ ചൂണ്ടിക്കാട്ടി. അവകാശം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ അർത്ഥം റൈറ്റ് എന്ന പദം നമ്മൾ എവിടെയെങ്കിലും പ്രയോഗിക്കാൻ അർത്ഥം ദാറ്റ് മീൻസ് ലീഗൽ റൈറ്റ്സ്, നിയമപരമായ അവകാശം. അപ്പോൾ ലീഗൽ റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ബൈ, നമ്മുടെ നിയമപരമായ അവകാശങ്ങളെല്ലാം സംരക്ഷിക്കുക എന്ന് പറഞ്ഞത്
നമ്മുടെ കോടതികളാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 3-ാം ഭാഗത്ത് പറയുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാവൽ ഭടനായിരിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതിയാണ്. ഈ മൗലിക അവകാശം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിക്കും ഈ രാജ്യത്തെ പ്രസിഡന്റിനും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ വോട്ടവകാശം മാത്രമാണുള്ളത്. അപ്പൊ നമ്മുടെ അവകാശങ്ങൾ ആരെങ്കിലും ധ്വംസിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ആരെങ്കിലും അവകാശം എബ്രിഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ ഒരു ജുഡീഷ്യറിയുണ്ട്. HRPM ജില്ലാ പ്രസിഡന്റ് തഴവ സത്യജി അധ്യക്ഷനായി. സജി സാം സ്വാഗതം പറഞ്ഞു. PC രാമചന്ദ്രൻ നായർ, കൈലാസ് നാഥ്, ജി ഗിരി, ആയൂർ ശിവദാസ്, ബിജു ചക്കുവരക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. AIYFന്റെ നേതൃത്വത്തിൽ പത്തനാപുരത്ത് പുരസ്കാരദാനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. നിലവിലുള്ള സൌകര്യങ്ങൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് മുൻകാലത്തെ വിദ്യാർത്ഥി സമരങ്ങളുടെ ഫലമായാണെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. AIYF മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടയത്ത് നടന്ന പുരസ്കാരദാന സമ്മേളനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുരസ്കാര വിതരണവും അദ്ദേഹം നിർവഹിച്ചു. വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഫലമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സൌഭാഗ്യങ്ങളെന്ന് AISF മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തെയും സമരങ്ങളെയും കണ്ണുമടച്ച് എതിർക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇങ്ങനെയുള്ള പഠിപ്പുമുടക്ക് സമരങ്ങൾ വന്നു കഴിയുമ്പോൾ രക്ഷാകർത്താക്കളും കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്ന കാണുമ്പോൾ മറ്റുള്ളവരും ഇത് അനാവശ്യമായ പഠിപ്പുമുടക്ക് സമരമാണ്, വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യമില്ലാത്തതാണെന്നൊക്കെയുള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം എല്ലാം മനസ്സിലാക്കേണ്ടത് ഇന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗകര്യങ്ങളും സൗജന്യങ്ങളുമെല്ലാം നേടിയെടുത്തത് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെയും സമരങ്ങളിലൂടെയുമാണ്. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി S. സഫറുള്ള ഖാൻ, AISF മണ്ഡലം സെക്രട്ടറി M. വിഷ്ണു, AIYF മണ്ഡലം സെക്രട്ടറി SM. ഷെരീഫ്, CPI നേതാക്കളായ I. രാജു, S. അർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊട്ടാരക്കര പത്തനാപുരം പാതയിൽ ടിപ്പർ ലോറിയും KSRTC ബസും കൂട്ടിയിടിച്ച ടിപ്പർ ഡ്രൈവർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. 15ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. കരവാളൂർ വില്ലേജ് ഓഫീസർക്ക് ഡ്യൂട്ടിക്കിടെ മർദ്ദനം. മർദ്ദിച്ച കളക്ടറേറ്റ് ജീവനക്കാരനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് കുളത്തൂപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ 14 കുട്ടികളെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭക്ഷ്യവിഷബാധ എന്ന സംശയം. ഹാരിസൺസ് മലയാളം ലിമിറ്റഡിന്റെ പൂത്തോട്ടം ഡിവിഷനിലെ തൊഴിലാളികൾ കഴിയുന്ന ലയങ്ങൾ പുതുക്കിപ്പണിയണമെന്ന് ആവശ്യം. തകർച്ചയിലായ ലയങ്ങൾ പുതുക്കിപ്പണിയാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ സമരത്തിനൊരുങ്ങുന്നു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.